ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ക്രിസ്മസൊക്കെ ഏറ്റവും അടുത്ത് കഴിഞ്ഞു അല്ലേ? ക്രിസ്മസൊക്കെ ആയിട്ട് ഒരു വൈൻ ഉണ്ടാക്കില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ക്രിസ്മസ് അല്ലേ? അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും മുന്തിരി വെച്ചിട്ട് 3 ദിവസം കൊണ്ട് ഒരു വൈൻ ഉണ്ടാക്കാം. അപ്പം ആ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പം വൈൻ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം മുന്തിരി വൈൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്തിരി വൈൻ 3 ദിവസം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുരു ഇല്ലാത്ത മുന്തിരി എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് കുരു ഉള്ളതാണ് കേട്ടോ. അപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് 1 കിലോ മുന്തിരിക്ക് 800 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ മുന്തിരി നമ്മൾ എടുക്കുമ്പോൾ നല്ലതുപോലെ കഴുകി വേണം എടുക്കാനായിട്ട്. ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ പഞ്ചസാരയിലോട്ട് നമ്മൾ 4 ഏലക്ക ഇട്ട് കൊടുക്കുക, 2 കഷ്ണം പട്ട ഇടുക, 4 ഗ്രാമ്പു ഇടുക. എന്നിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം കൂടെ വേണം. ഇതിന് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1 കിലോ മുന്തിരി എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുക, 2 കിലോ എടുക്കുകയാണെങ്കിൽ 2 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ ഞാൻ 1 കിലോ എടുത്തേക്കുന്നുണ്ട് 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ആറിന് ശേഷം വേണം ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതായ ഷുഗർ ഇട്ട് കൊടുക്കാം. നല്ല മധുരമൊക്കെ ഉള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ 750-700 ഗ്രാം ഇട്ടാലും മതിയാകും. അപ്പം അതിലോട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നല്ലതുപോലെ ആവി വരുമ്പോൾ നമ്മളതങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കുക്കറിനകത്ത് നിന്ന് നല്ലതുപോലെ ആവി മുകളിലോട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇന്നത്തെ ദിവസം നമ്മളിത് തുറക്കാനേ പോകരുത്. ഇത് അടുത്ത ദിവസം രാവിലെ നമുക്കത് തുറക്കാം. അപ്പം നമ്മുടെ വൈൻ എന്തായെന്ന് നോക്കാം. ഇപ്പം 2ാം ദിവസമാണിത്. അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ അതിൻ്റെ വായൊക്കെ ഒന്ന് പൊട്ടിയിരിക്കുകയാണ്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ തികച്ച് വേണ്ട, അത് കുറച്ച് ഈസ്റ്റും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി വയ്ക്കാം. ഈസ്റ്റൊന്നും ഒരുപാട് കൂടിപ്പോകരുത് കേട്ടോ. നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഇതിൽ തന്നെ ഇരിക്കണം, പാത്രം മാറ്റിയൊന്നും ചെയ്യരുത്. നമ്മൾ ഏത് പാത്രത്തിലാണോ, ഏത് കുക്കറിനകത്താണോ ചെയ്യുന്നത് അതിൽ തന്നെ വെച്ച് വെക്കുക. ഇനി നമുക്ക് അടുത്ത ദിവസം തുറക്കാം. അപ്പം വൈൻ ഉണ്ടാക്കിയിട്ട് 3ാം ദിവസമാണ്. 3ാം ദിവസം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം വൈൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട്. നമുക്കിതിന് അരിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഉണങ്ങിയ ഗ്ലാസിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിന് എന്ത് പാത്രമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെള്ളം നനവില്ലാതെ ഉണങ്ങിയതായിരിക്കണം. അതിനകത്തോട്ട് നമ്മൾ നല്ലൊരു വെള്ളത്തുണി ഇട്ട് കൊടുക്കുക. അത് നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണങ്ങിയ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇത് കുറേശ്ശെ അതിനകത്തോട്ട് അരിച്ചെടുക്കാം. അതിൻ്റെ ജ്യൂസ് മാത്രം അങ്ങോട്ട് വീണാൽ മതി. നമ്മളതിനെ ഈ മുന്തിരി പിഴിഞ്ഞ് അതിനകത്തോട്ട് ഇപ്പോൾ ഒഴിക്കണ്ട. അപ്പം നമ്മളിതെല്ലാം അതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ തുണി ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ അതിനകത്ത് ഇത് പ്രസ് ചെയ്ത് ഇത് മുന്തിരിങ്ങ അതിനകത്തോട്ട് ഒഴിക്കേണ്ട കാര്യമല്ല. നമുക്ക് തെളിയായിട്ട് കിട്ടിയത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ വൈനകത്ത് നമ്മൾ പിന്നെ ബീട്രൂട്ട് ഒന്നും ചേർത്തിട്ടില്ല. നല്ല അടിപൊളി കളറായിട്ട് നമ്മുടെ വൈൻ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഇങ്ങനെ സെപ്പറേറ്റ് അങ്ങ് ഇരുന്നോട്ടെ. ഇത് നമുക്ക് ഇതിൻ്റെ മുന്തിരി ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ വേറെ വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ വൈൻ കണ്ടോ, ഇപ്പം നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോൾ തന്നെ നല്ല അടിപൊളി വൈനായിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് പിന്നെ തെളിയാനായിട്ട് വെച്ചിരുന്നാൽ കുറേ കൂടെ നല്ല കളറിൽ നല്ല ഇതായിട്ടും ഇരിക്കും. ഇത് മധുരം അധികമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്ക് സ്വല്പം മുന്നിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും കൂട്ടരുത്.
ഒരു 50 ഗ്രാം വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഒരു 750 ഗ്രാം ഇട്ടാൽ മതി. ഞാൻ 800 ഗ്രാമാണ് ഇട്ടത്. പക്ഷെ നല്ല സൂപ്പർ വൈനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നമ്മൾ ഒരു കുപ്പിക്കകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരുപാട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് തീരും. 3 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലേ, പെട്ടെന്ന് തീർത്തോളൂ. ഇത് അധികം വീര്യമൊന്നും കാണത്തില്ല. അപ്പം 3 ദിവസം വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വീര്യം ഉണ്ടാകുമോ, ഇത് പിന്നെ വൈനാകുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1 കിലോ മുന്തിരിയും ഒരു 750 ഗ്രാം പഞ്ചസാരയുടെയും ചിലവേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കണം. അപ്പം നിങ്ങൾ വൈൻ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഇരിക്കും തോറും നല്ല ടേസ്റ്റാണിത്. അതുപോലെ തന്നെ നമ്മള് കൊറേ മാസങ്ങളൊന്നും ഇനി വെയിറ്റ് ചെയ്യേണ്ട. 21 ദിവസം വെച്ചിട്ടല്ലേ അത്രയൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്നാണ്, 3 ദിവസം മതി. നല്ല അടിപൊളി വൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വേറെ ടേസ്റ്റ് ചെയ്തിട്ടായി പറയുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ക്രിസ്മസിന് എന്തായാലും എല്ലാവരും ഉണ്ടാക്കുമല്ലോ. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി. ക്രിസ്മസ് ഒന്നും വരണമെന്നില്ല ഇനി. സത്യമായിട്ടോ. അപ്പം വൈൻ ഉണ്ടാക്കാനായിട്ട് ഒട്ടും ലേറ്റായിട്ടില്ല. എളുപ്പം എല്ലാവരും പോയി ട്രൈ ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നേരത്തെ തന്നെ ഞാനൊരു പൈനാപ്പിളിൻ്റെ വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.